LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശക്തമായ പിന്തുണയും സഹായവും നൽകിയ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ച ആവേശകരമായ സ്വീകരണങ്ങളും അവർ പങ്കുവച്ച പ്രശ്നങ്ങളും പ്രതീക്ഷകളും ഞാൻ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ച സർക്കാർ നമ്മെ എവിടെയാണ് എത്തിച്ചതെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല. സ്ത്രീ പീഡനത്തിൻ്റെയും സർക്കാർ ഭൂമി പതിച്ചു നൽകലിൻ്റെയും കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അതിലൊന്നും തെളിവില്ലെന്നും തനിക്കെതിരെ കേസില്ലെന്നും തെളിവ് ശേഖരിക്കാനും കേസെടുക്കാനും ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തീർപ്പ് കൽപ്പിക്കുന്നതായാണ് നാം കണ്ടത്. അതേപോലെ കേരളത്തിലെ യുവാക്കളെ പറഞ്ഞ് പറ്റിക്കുകയും കടലാസ് വികസനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കൈകഴുകുകയുമായിരുന്നു. ഈ സർക്കാർ പരമ്പരാഗത തൊഴിൽ മേഖല പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. വയലുകളും കായലുകളും കാടുമെല്ലാം കയ്യേറ്റം ചെയ്യപ്പെട്ട കാലമായിരുന്നു കഴിഞ്ഞ 5 വർഷം. നിലവിലുള്ള നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ക്യാബിനറ്റ് തീരുമാനങ്ങൾ തുടരെ വന്നുകൊണ്ടിരുന്നു. പൊതുമേഖലാ വ്യവസായങ്ങൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. IT മേഖലയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. വിമാനത്താവള നിർമ്മാണത്തിൻ്റെ പേരിൽ അഴിമതി നടന്നതല്ലാതെ വിമാനമിറങ്ങാൻ LDF അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾക്ക് തോന്നിക്കാണും. LDF അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഇനി വരുന്ന സർക്കാർ ഒന്നൊന്നായി നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നറിയാം. ഈ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വൻകിട കുംഭകോണങ്ങൾ പുറത്തു കൊണ്ടുവരികയും കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് LDF സർക്കാരിൻ്റെ കർത്തവ്യമാണ്. സോളാർ കുംഭകോണമായാലും ജിഷ വധക്കേസായാലും പാറ്റൂർ ഉൾപ്പെടെയുള്ള ഇടപാടുകളായാലും നിലം നികത്തലായാലും കയ്യേറ്റങ്ങളായാലും ബാർക്കോഴയായാലും ഈ സർക്കാർ ജനങ്ങളോട് ചെയ്ത വൻ അപരാധങ്ങളാണ്. വിഷയങ്ങളിലെല്ലാം സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണങ്ങൾ നടത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജിഷയുടെ ഘാതകരെ തുറങ്കിലടയ്ക്കുന്ന നാളുകൾ വിദൂരമല്ല. വിവരാവകാശ നിയമത്തിൽ പോലും വെള്ളം ചേർക്കാൻ ശ്രമിച്ച UDF രീതിയാവില്ല LDF അവലംബിക്കുകയെന്ന വിശ്വാസവും കേരള ജനത വച്ചു പുലർത്തുന്നുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു. കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും സ്മാർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നത് LDFിലാണ്. ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഭരണം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവസരം നൽകിയ എല്ലാ കേരളീയരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ഇടതുപക്ഷ നിലപാടും ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഇപ്പോഴതിനൊന്നും മറുപടി പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതൊന്നും നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നവരല്ല എന്നെനിക്കറിയാം, എന്നെപ്പറ്റി അറിയാവുന്നതുകൊണ്ട്. ജനങ്ങളോട് അങ്ങേക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ജനങ്ങൾ അങ്ങ് മുഖ്യമന്ത്രിയാകുമെന്നാണ് പ്രതീക്ഷിച്ചത്, അത് അങ്ങനെ ഉണ്ടായില്ല. അങ്ങ് വേണ്ടെന്ന് പറഞ്ഞതാണോ? ഇതൊന്നും ഒരു ചർച്ചാ വിഷയം ഇപ്പോഴത്തെ ഒരു എൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന എൻ്റെ ചുമതല ഞാനിപ്പോൾ വിടുകയാണല്ലോ.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകളോട് നന്ദി പറയുന്ന ഒരു സന്ദർഭമാണ്. അത് ഒരാൾ ചോദിക്കുക, ഇല്ലല്ല, ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടാകും. അത് ആലപ്പുഴ വരേണ്ടി വരികയല്ല, ആലപ്പുഴ വരേണ്ടി വരികയല്ല എന്നെ കാണാൻ. അതെ, ഏറ്റവും മുതിർന്ന പാർട്ടി നേതാവാണെന്ന് VS-നെ കുറിച്ച് അവർ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം പറയുന്നു. പക്ഷേ താങ്കളുടെ അംഗത്വം, പാർട്ടി അംഗത്വം ഇപ്പോൾ ഏത് ഘടകത്തിലാണ്? അങ്ങനെ വല്ല ഉറപ്പും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? എൻ്റെ സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഞാൻ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. എന്താണ് അങ്ങ് പറഞ്ഞു, കാവലായിട്ടായിരിക്കും അങ്ങ് കേരള ജനതയ്ക്കൊപ്പം ഉണ്ടാവുന്നത്. ഏത് തരത്തിലുള്ളൊരു കാവലാളായിരിക്കും? അതെല്ലാം നിങ്ങൾ കണ്ടോളുക. അതിനുശേഷം നിങ്ങളുടെ പത്രത്തിൽ എഴുതിക്കൊള്ളുക. ശരി, നന്ദി. ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രി ആക്കിയില്ല. Goodbye, goodbye, goodbye.